വക്കീലെണ്ണോ എന്ത് വിഷമിച്ചിരിക്കുന്നേ? വിഷമോ? ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയോണ്ടാ? ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞ ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടൂലെന്ന്, എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ എപ്പോ പറഞ്ഞു ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടൂലെന്ന്? നീ ഞാൻ ഇട്ട പഴയ 2 വീഡിയോ എടുത്ത് നോക്കി നോക്ക്, അപ്പം മനസ്സിലാവും ഞാൻ എന്തിനാണ് പറഞ്ഞത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണിത്. അതുകൊണ്ട് തന്നെ 2 റിമാൻഡ് കഴിയാതെ ഇവർക്ക് ജാമ്യം പോലും കിട്ടൂല. ഞാൻ പറഞ്ഞത് 2 റിമാൻഡെങ്കിലും കഴിയാതെ ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടൂലെന്നാണ്. ഒരു റിമാൻഡ് എന്ന് പറയുന്നത് 14 ദിവസം, 2 റിമാൻഡ് ആകുമ്പോൾ 28 ദിവസം. അവളെ അറസ്റ്റ് ചെയ്തത് 21/1/2026. ജാമ്യം കിട്ടിയ ദിവസം 11/2/2026. ഏകദേശം 22 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. 28 ദിവസം എന്നുള്ളത് 22 ദിവസമായി. അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു 6 ദിവസത്തെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 6 ദിവസത്തെ ഡിഫറൻസ് ഒക്കെ ഏത് നന്ദഗോപാൽമാരാർക്കും പറ്റും. ഷിംജിതയ്ക്ക് 60 ദിവസത്തിനും മുമ്പ് ജാമ്യം എടുത്തു കഴിഞ്ഞാൽ എന്നെ തള്ളയ്ക്ക് വിളിക്കരുത്. പ്രതിയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലുള്ള എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ കോർട്ട്, കോടതിയുടെ വിവേചന അധികാരം വെച്ചിട്ട് ജാമ്യം കൊടുക്കാം. അല്ലണ്ണ, നിങ്ങളല്ലേ പറഞ്ഞ പോലീസ് എവിഡൻസ് ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കുള്ളൂ. എന്നിട്ട് ഇപ്പം അതിന് മുമ്പേ കിട്ടിയല്ലോ. പോലീസ് എന്താണ് കോടതി പറഞ്ഞത്? ഞങ്ങൾക്ക് ഏകദേശമുള്ള എവിഡൻസ് ഒക്കെ കളക്ട് ആയിട്ടുണ്ട്, പക്ഷേ ഫോറൻസിക് റിസൾട്ടും കൂടെ വന്നിട്ട് മാത്രമേ ജാമ്യം കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഫോറൻസിക് റിസൾട്ട് എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. 1 വർഷം മുതൽ 4 വർഷം വരെ സമയമെടുക്കും. അത്രയും കാലം ഒരുത്തനെയോ ഒരുത്തിയെ പിടിച്ച് ജയിലിലിടാൻ തൽക്കാലം നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുത്തത്. മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം ഷിംജിതയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം സെഷൻസ് കോടതിക്ക് മാത്രം വിചാരണ ചെയ്യാവുന്ന കുറ്റമായതുകൊണ്ട്. വക്കീലെണ്ണ, നിങ്ങൾ പറഞ്ഞത് സെഷൻ കോടതിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ലേ? അതെ. എന്നിട്ട് ഇപ്പൊ ആരാ ജാമ്യം കൊടുത്തേ? ആരാ? സെഷൻ കോടതി. അതല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ സെഷൻ കോടതിയിൽ വിചാരണയ്ക്ക് ഇരിക്കുന്ന ഒരു കേസിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാണോ വക്കീലെണ്ണ? അത് അത്രയ്ക്കും ഫേക്ക് ആയിട്ടുള്ള കേസാണെന്ന് കോടതിക്ക് ബോധ്യം വരുവാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്കും കൊടുക്കാം. ഷിംജിതയുടെ കേസിൽ കൃത്യമായിട്ട് എവിഡൻസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രസ്താവന ഞാൻ നടത്തിയത്. എന്തായാലും ഇപ്പം നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയല്ല. നെഞ്ചിലെ കല്ലു ഇറങ്ങി, കൂട്ടത്തിൽ ഷിംജിത ഇറങ്ങി അണ്ണാ. എടി, ഷിംജിത ജയിലിൽ നിന്നേ ഇറങ്ങിയുള്ളൂ. നിയമത്തിന്റെ പിടിവിട്ടവള് പോയിട്ടില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? എല്ലാം കാണാനും കേൾക്കാനും അണ്ണൻ ഒരു വരവും കൂടെ വരേണ്ടി വരും. പിന്നല്ല, വക്കീലണ്ണൻ പുലിയല്ലേ? സ്നേഹം കൊണ്ട് പറയാണ്ണ, ഈ സ്വയം പുകഴ്ത്തൽ നിർത്ത്, ബോറടിക്കുന്നു. നീ വന്ന് എന്നെ പുകഴ്ത്തി തരുമോ? ഇല്ലല്ലോ. എന്നെ പുകഴ്ത്താൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടാനുസരണം ഞാൻ പുകഴ്ത്തി ഞാൻ അങ്ങ് മണ്ടയ്ക്ക് കയറും.